ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. നുഖ്ബത്തുൽ ഫിഖ് സബഖ് 28. വമാ തഖദ്ദമ ദിക്റുഹു മിനൽ ഫർദിൻ നസബി. മുമ്പ് പറഞ്ഞ ഫർദുൻ നസബി, അതായത് സനദിന്റെ ഇടയിൽ വെച്ച് റാവി തഫറുദാകുന്നതിൽ ഇനം. അത്തരം ഹദീസ് ഇൻ ഉജിദ എത്തിക്കപ്പെട്ടാൽ ബഅദ ലന്നി ഖൗനിഹി ഫർദൻ, അത് ഫർദാണെന്ന ലന്നുണ്ടായതിന് ശേഷം എത്തിക്കപ്പെട്ടാൽ, എങ്ങനെ എത്തിക്കപ്പെട്ടു? ഖദ് വാഫഖഹു വൈറുഹു, ഈ ഫർദുൻ നസബിയുടെ റാവിയോട് യോജിച്ചു. വൈറുഹു, റുവാത്തുകളിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു റാവി യോജിച്ചാലും, ഫഹുവ, അപ്പോ ആ മറ്റ് റാവി, ആ യോജിച്ച റാവി, ഫഹുവൽ മുതാബി, അദ്ദേഹത്തിന് മുതാബി എന്നാണ് പറയുക. ബി കിസറിൽ മുവഹിദത്തി, ബാഇന് കസറുണ്ട് മുതാബി. വൽ മുതാബഅത്തു, മുതാബഅത്ത് ഉണ്ടാകുന്നത് അല മറാത്തിബ, പല മർത്തബകളിലാണ്. അല മറാത്തിബ എന്ന് പറഞ്ഞാല് രണ്ട് മർത്തബാണ്, താമ് ഖാസിറത്ത്. ഇൻ ഹസലത്ത്, ആ മുതാബഅത്ത് കരസ്ഥമായാൽ റാവിക്ക് കരസ്ഥമായി, നഫ്സഹു, ആ റാവിക്ക് സ്വന്തമായി തന്നെ മുതാബഅത്ത് ഉണ്ടായി. ആ റാവിയുടെ നഫ്സിന് തന്നെ മുതാബഅത്ത്. അങ്ങനെ, അതായത് ഈ റാവി ഏതൊരു ഷെയ്ഖിൽ നിന്നാണോ റിപ്പോർട്ട് ചെയ്തത്, അതേ ഷെയ്ഖിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, മറ്റൊരു റാവി റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ റാവിയോട് മുതാബിയായി. ഫഹിയ അത്താമത്തു, ഇതാണ് മുതാബത്ത് താമത്ത് എന്ന് പറയുന്ന വാർത്തക. വൈന ഹസലത്ത് ഷെയ്ഖിഹി, ഇനി റാവിയുടെ നഫ്സിനിക്കല്ല മുതാബത്ത് എന്നത്, ആ റാവിയുടെ ഷെയ്ഖിനിക്കാണ് മുതാബത്ത് ഹർസമായതെങ്കിൽ, ഫമിൻ ഫോഖിഹി, അപ്പോൾ ആ റാവിയുടെ നേരെ മുകളിലുള്ള ഷെയ്ഖിനായിരിക്കും ആ മുതാബത്ത്. അത് ഫഹിയൽ ഖാസിറത്തു, അത് ഖാസിറത്തായ മുതാബത്താണ്. ഉദാഹരണങ്ങൾ ശേഷം പറയും. യുസ്തഫാദു മിൻഹ, ഈ മുതാബത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് കരസ്ഥമാക്കപ്പെടുന്നത്, ആ തഖ്വിയത്തു, ഹദീസിന് ഖുവ്വത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഹദീസിനോട് മുതാബിയായ മറ്റൊരു ഹദീസ് ഉണ്ടാകുമ്പോൾ ഈ ഹദീസിന് കുറച്ച് ഖുവ്വത്ത് കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഇതുകൊണ്ടുള്ള ഫലം. മിസാലുൽ മുതാബാത്തി അത്താമത്തി, താമായ മുതാബാത്തിന് ഉദാഹരണമാകുന്നത് റവാഹു ഷാഫിഇയു ഫിൽ ഉമ്മി, ഉമ്മില് ഇമാം ഷാഫി തങ്ങൾ റിവായത്ത് ചെയ്ത ഹദീസ്. ആരെ തൊട്ട്? അൻ മാലിക്കിൻ അൻ അബ്ദുല്ലാഹിബിന് ദീനാരിൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന സഹാബിയെ തൊട്ട് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക. ഷാഫി ഇമാമ് മാലിക് ഇമാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഹദീസ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, അശ്ശഹറു 29, മാസം 29 ഫലാ തസൂമു, നിങ്ങൾ നോമ്പെടുക്കരുത്, ഹത്താ തറവുൽ ഹിലാല, ഹിലാലിനെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പെടുക്കരുത്. ഫലാ തുഫ്തിറു ഹത്താ തറഹു, ഹിലാലിനെ കാണുന്നത് വരെ നിങ്ങൾ നോമ്പ് കുറിക്കുകയും ചെയ്യരുത്. ഫൈന ഉമ്മ അലൈക്കും, നിങ്ങളുടെ മേൽ മേഘാവൃതമാക്കപ്പെട്ടാൽ ഫാക്കിമിലുൽ ഇദ്ദത്ത സലാസീന, അപ്പോൾ എന്ത് ചെയ്യുക? ഷഅബാന് 30 എണ്ണി പൂർത്തിയാക്കുക എന്ന ഈ ഹദീസ്. ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് ബിഹാദൽ ലഫ്ളി, ഈ ലഫ്ളോടുകൂടെ, ലന്ന ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഭാവിച്ചു, അന്ന ഷാഫിഇയ, ഷാഫി ഇമാമ് തഫറദ ബിഹി, ഈ ലഫ്ള് കൊണ്ട് തഫറുദായി അൻ മാലിക്, മാലിക് എന്നവരെ തൊട്ട് ഷാഫി ഇമാമ് മാത്രമേ
എന്ത് ചെയ്തിട്ടുള്ളു, ഈ ഹദീസ് ഇങ്ങനെ ഈ ലഫ്ദോടുകൂടെ റിവായത്ത് ചെയ്തിട്ടുള്ളു എന്നൊരു ഖൗമ് ഭാവിച്ചു. എന്നിട്ട് ഇപ്പോൾ അദ്ദൗഹു എന്നിട്ട് അതിനെ അവർ എണ്ണി ഫി ഒറായിബിഹി, ഈ ഷാഫി ഇമാമിന്റെ ഒറായിബായ ഹദീസുകളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു, അതിനെ എണ്ണി. പിന്നെ കാരണം അങ്ങനെ തഫറുദ പിന്നെ ഇങ്ങനെ ലന്നി ചെയ്യാൻ കാരണം അന്ന അസ്ഹാബ മാലിക്കിൻ, മാലിക് ഇമാമിന്റെ അസ്ഹാബ് ശിഷ്യന്മാർ, ഷാഫി ഇമാം അല്ലാത്ത മറ്റു ശിഷ്യന്മാർ റഅഹു ആ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു, അൻഹു മാലിക് ഇമാമിനെ തൊട്ട് അവർ റിപ്പോർട്ട് ചെയ്തു, ഇഹാദൽ ഇസ്നാദി ഈ ഇസ്നാദോടുകൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. എങ്ങനെ? ബിലഫ്ളി ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു, അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അപ്പോ എന്ത് ചെയ്തു, ഇവരെല്ലാം ഭാവിച്ചു ഷാഫി ഇമാം മാത്രമേ ഈ ലഫ്ളോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് ലന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്തു, ലാക്കിൻ വജദിന, അപ്പൊ അങ്ങനെ ലന്നിന് ശേഷമാണല്ലോ മുത്താബിയത്ത് നമ്മൾ കഥ പറഞ്ഞത്. പക്ഷെ ലാക്കിൻ വജദിന നമ്മൾ എത്തിച്ചു ലിഷാഫിഈ, ഷാഫി ഇമാമിനെ ഇവിടെ എത്തിച്ചു, മുത്താബിഅൻ ഒരു മുത്താബിനെ ഇവിടെ എത്തിച്ചു. അതാരാണ് മുത്താബി? വഹുവ അത് അബ്ദുല്ലാഹിബിൻ മസ്ലമത്തുൽ ഖഅനബി, അബ്ദുല്ലാഹിബിൻ മസ്ലമത്തുൽ ഖഅനബി എന്ന പിന്നെ ഷാഫി മാലിക് ഇമാമിന്റെ ശിഷ്യനാണ്. മാലിക് ഇമാമിനെ തൊട്ട് ഈ റാബി എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കദാലിക അഖ്റജഹു ഉണ്ടോ, കദാലിക അഖ്റജഹുൽ ബുഖാരിയു, അപ്രകാരം പിന്നെ ബുഖാരി ഇമാം ഈ ഹദീസിനെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അൻഹു ഈ അബ്ദുല്ലാഹിബ്നു മസ്ലമത്തുൽ ഖഅനബി എന്നവരെ തൊട്ട്, അൻ മാലിക്കിൻ മാലിക് എന്നവരെ തൊട്ട്. അപ്പം ഷാഫി ഇമാം മാലിക്കിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ അബ്ദുല്ലാഹിബ്നു മസ്ലമത്തുൽ ഖഅനബി എന്നവരും മാലിക് റഹ്മത്തുള്ളാഹിൽ തൊട്ട് ഈ ഹദീസ് ഇതേ ലഫ്ദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി, മുതാബി ഉണ്ടായി. ഫഹാദിഹി ഇതാണ് മുതാബാത്തും താമത്തും, ഇതാണ് താമായ മുതാബാത്ത് എന്ന് പറഞ്ഞാൽ. കാരണം ഷാഫി ഇമാമിനോട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുതാബി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്നാൽ വജദിനാലഹു ഈ ഹദീസിന് നമ്മൾ എത്തിച്ചു ഐദൻ വീണ്ടും മുതാബാത്തൻ ഖാസിറത്തൻ, ഒരു ഖാസിറത്തായ മുതാബത്ത്. ഖാസിറത്തായ മുതാബത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖിനിക്ക് അർത്ഥമാകുന്നതാണ്. എവിടെ എത്തിച്ചു? ഫി സഹീഹ് ഇബ്നു ഖുസൈമ, ഇബ്നു ഖുസൈമയുടെ സഹീഹിൽ മിൻ റിവായത്തി ആസിമിൻ മുഹമ്മദിൻ അൻ നബീഹി മുഹമ്മദ് ബിൻ സൈദിൻ അൻ ജദ്ദിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇബ്നു ഉമർ ഞങ്ങളെ തൊട്ട് എന്താണ് പിന്നെ ഇമാം ഷാഫി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ ഇബ്നു ഉമർ തങ്ങളെ തൊട്ട് അബ്ദുല്ലാഹിബിൻ ദീനാർ എന്നവരായിരുന്നു. ആ അബ്ദുല്ലാഹിബിൻ ദീനാർ എന്നവർക്ക് പകരം എന്ത് ചെയ്തു, പിന്നെ മുഹമ്മദ് ബിൻ സയ്യിദ് എന്നവർ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷാഫി ഇമാമിന്റെ ഷെയ്ഖായ പിന്നെ മാലിക് ഇമാമിന്റെ ഷെയ്ഖായ അബ്ദുല്ലാഹിബിൻ ദീനാർ എന്നവർക്ക് എന്ത് ചെയ്തു, അവിടെ ഒരു മുത്താബി ഉണ്ടായി, മുഹമ്മദ് ബിൻ സയ്യിദ് എന്നവർ. അപ്പോൾ അതാണ് ഇപ്പൊ പിന്നെ എന്താണ് ഖാസിറായ മുത്താബത്ത് എന്ന് പറഞ്ഞത്. എങ്ങനെ റിപ്പോർട്ട് ചെയ്ത ബി ലഫ്ളി ഇപ്പൊ കമ്മിലു സലാസീന എന്ന ലഫ്ളോടുകൂടെ എന്ത് ചെയ്തു, ഈ ഇബ്നു ഖുസൈമയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ വഫീ സഹീഹ് മുസ്ലിമിന്, സഹീഹ് മുസ്ലിമിലും ഇങ്ങനെ ഖാസിറത്തായ
ഒരു പിന്നെ മുതാബത്ത് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് മിൻ റിവായത്തി ഉബൈദുല്ലാഹി ബിൻ അംറിൻ അൻ നാഫിൻ അൻ ഇബ്നു ഉമറ. വേണ്ട, പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ തൊട്ട് നാഫി എന്നവർ. അപ്പോൾ നാഫി എന്നവരെ തൊട്ട് ഉബൈദുല്ലാഹി ബിൻ ഉമർ എന്നവർ. അപ്പോൾ ഇത് എന്താണ്, പിന്നെ അബ്ദുല്ലാഹി ബിൻ ദീനാർ അല്ലാത്ത പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ തൊട്ട് നാഫി എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ദീനാർ എന്നവർക്ക് ഒരു മുത്താബിയാണ് ഇവിടെ നാഫി എന്നവർ. അപ്പോൾ ഇങ്ങനെ ഖാസറത്തായ മുത്താബിയും എത്തിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ മുസ്ലിം തങ്ങളുടെ റിവായത്തിൽ എങ്ങനെയാണ്, ബി ലഫ്ലി ഫഖ്ദുറു സലാസീന എന്നാണ്. ഇങ്ങനെ ആ ഹദീസിന് തന്നെ എന്തായി താമായ മുതാബത്തുണ്ട്, ഖാസറത്തായ മുതാബത്തുണ്ട്. എന്നാൽ വലഖ്തിസാറ ഫി ഹാദിഹിൽ മുതാബഅത്തി, നമ്മളിപ്പോൾ ഈ പറയുന്ന ഈ ചർച്ച ചെയ്യുന്ന ഈ മുതാബത്ത് ഉണ്ടല്ലോ, അതായത് ഈ ഹദീസിന്റെ ഈ മുതാബത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ദിലും മാന കൊണ്ടുള്ള മുതാബത്ത്. ഈ നമ്മൾ സംസാരിക്കുന്ന ഈ മാന കൊണ്ടുള്ള മുതാബത്ത്, ആ മുതാബത്തിൽ എന്താണ്, ചുരുക്കാൻ പറ്റൂല. സവാഉൻ കാനത്ത് താമത്തൻ ഔ ഖാസിറത്തൻ, അത് താമായ മുതാബത്താകട്ടെ ഖാസിറത്തായ മുതാബത്താകട്ടെ, അലാ ലഫ്ദിൻ, അത് ഒരു ലഫ്ദിന്റെ മേലെന്ത് ചെയ്യാൻ പറ്റൂല, ചുരുക്കാൻ പറ്റൂല. ലഫ്ദിൽ മാത്രമല്ല മുതാബത്ത്, ബൽ ലൗ ജാഅത്ത് ബിൽ മഅന, മഅന കൊണ്ട് ആ മുതാബത്ത് വന്നാലും ലകഫ, അത് മതിയാകും ഇവിടെ. പക്ഷേ ലാക്കിന്നഹ, പക്ഷേ ഈ മുതാബത്ത് മുഖ്തസത്തുൻ, അത് പ്രത്യേകമാക്കപ്പെട്ടതാണ്. ബി കൗനിഹ, ആ മുതാബത്ത് ആകണം മിൻ റിവായത്തി ദാലിക സഹാബിക്ക്, ആ സഹാബിയിൽ നിന്നുള്ള, സഹാബിയുടെ റിവായത്തിൽ നിന്നുള്ള മുതാബത്ത് ആകണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഹദീസെല്ലാം അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവരെ തൊട്ടുള്ള ആ സഹാബിയിൽ നിന്നാണ് ഈ പറഞ്ഞ നാഫി എന്നവരായാലും മാലിക് എന്നവരായാലും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ അബ്ദുല്ലാഹി ബിൻ ദീനാർ എന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരേ സഹാബിയിൽ നിന്നാണ്. അപ്പോൾ ഒരേ സഹാബിയിൽ നിന്ന് ആകൽ പിന്നെ ഖാസാണ്. പക്ഷേ മാന ലഫ്ദ് ഒരേ ലഫ്ദ് തന്നെ ആയിക്കോണമെന്നില്ല, മാന കൊണ്ടായാലും മുതാബത്ത് മതിയാകും എന്നാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ മുതാബത്തിന്റെ അവസ്ഥ. അല്ലാതെ ലഫ്ദിന്മേൽ മാത്രം അവിടെ ചുരുക്കൽ ശരിയാകൂല. എല്ലാ ഈ മുതാബാവും രണ്ടും ഒരേ ലഫ്ദ് കൊണ്ട് റിവായത്ത് ചെയ്യണമെന്നുള്ളത് ഇല്ല, അത് മാന കൊണ്ടായാലും മതിയാണെന്നർത്ഥം. പക്ഷേ പിന്നെ ഒരേ സഹാബിയിൽ നിന്നാകണം എന്നത് ചെറുത്താണ്. അതാ മുഖ്തസത്തും ബി കൗനിക മിൻ റിവായത്തി ദാലിക സഹാബി ആണ് ഇവിടെ പറയുന്ന ഈ മുതാബത്തിനെ സംബന്ധിച്ച്. കാരണം ശേഷം ഇനി പിന്നെ ഒരു മുതാബത്ത് പറയുന്നുണ്ട്. ആ പറയുന്ന മുതാബത്തിൽ ഈ പറഞ്ഞ എന്തില്ല, ഒരു സഹാബിയിൽ നിന്നാകുക എന്നത് ഹസ്സ ഖൗം എന്ന് പറഞ്ഞിട്ട് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞത് പിന്നെ അത് ഒരു സഹാബിയിൽ നിന്നാകണമെന്നില്ല. പിന്നെ ഇനി വൈൻ ഉജിത, എത്തിക്കപ്പെട്ടാൽ, മത്തുനിന് ഒരു മത്തിനെ എത്തിക്കപ്പെട്ടു. എങ്ങനത്തെ മത്തിന്, യുർവ, അതിനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, മിൻ ഹദീസി സഹാബിയിൻ ആഖറ, മറ്റൊരു സഹാബിയുടെ ഹദീസിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ട മത്തിന് എത്തിക്കപ്പെട്ടു. എങ്ങനെ, യശ്ബഹുഹു, ഈ ഹദീസിനോട്
തുല്യമാകുന്ന നിലക്കുള്ള ഒരു മത്തിന് എത്തിക്കപ്പെട്ടു. ഫിൽ ലഫ്ളി വൽ മാന, ലഫ്ളിലും മാനയിലും മുശാബഹത്തുള്ള ഒരു ലഫ്ളിന് ഒരു മത്തിന് എത്തിക്കപ്പെട്ടു. പക്ഷെ ഈ ലഫ്ളിന്റെ സ്വഹാബി ഒന്ന് വേറെയാണ്, മറ്റേതിന്റെ സ്വഹാബി ഒന്ന് വേറെയാണ്. അല്ലെങ്കിൽ ഔഫിൽ മാന ഫഖത്ത്, അല്ലെങ്കിൽ മാനയിൽ മാത്രം എന്ത് ചെയ്തു ഇങ്ങനത്തെ മുശാബഹത്ത് എത്തിക്കപ്പെട്ടാൽ ഫഹുവ ഷാഹിദു, അപ്പോൾ അതിന് ഷാഹിദ് എന്നാണ് പറയുക. ഉണ്ടോ? അപ്പോൾ അവിടെ ഷാഹിദ് എന്നുള്ളിടത്ത് എന്താണ്, പിന്നെ ഒരേ സ്വഹാബി ആയിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ആദ്യം നമ്മൾ പറഞ്ഞ മുതാബിന്റെ അവിടെ പറഞ്ഞപ്പോൾ ഉള്ള മുതാബത്തിൽ ഒരേ സ്വഹാബിയിൽ നിന്നാകണം എന്ന് പറഞ്ഞു. മിസാലുഹു, അതിന് ഉദാഹരണം, ഷാഹിദിന് ഉദാഹരണം പിന്നെ ഹദീസിൽ അതി ഖദ്ദംനാഹു, നമ്മളിപ്പോൾ മേളിൽ പറഞ്ഞ നേരത്തെ ഷാഫി ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ച ഹദീസിൽ തന്നെ പിന്നെ മാ റവാഹു നസാഇയു മിൻ റിവായത്തി മുഹമ്മദ് ബിൻ ജുബൈർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളെ തൊട്ടായിരുന്നു. അപ്പൊ ഇവിടെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് എന്നുള്ള വേറൊരു സഹാബിയെ തൊട്ടാണ്. എന്നിട്ട് ഇപ്പൊ ദക്കറ പിന്നെ നസായി ഇമാം പറഞ്ഞു മിസ്ല ഹദീസി അബ്ദുല്ലാഹി ബിൻ ദീനാരിൻ അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉണ്ടോ? അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസിനെ പോലത്തെ ഹദീസിനെ പറഞ്ഞു സമമായിട്ട് അതേ ഹദീസ് തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇവിടെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് തങ്ങളെ തൊട്ടാണ് ഈ റിവായത്തിൽ വന്നത്. അവിടെ എന്താണ് പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളെ തൊട്ടാണ്. ഇപ്പോൾ രണ്ട് സ്വഹാബിയിൽ നിന്ന് ഒരേ ഹദീസ് തന്നെ രണ്ട് സ്വഹാബിയിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഒരു ഹദീസ് മറ്റൊരു ഹദീസിന് ഷാഹിദാണ് എന്നർത്ഥം. ഫഹാദ അപ്പൊ ഈ ഷാഹിദ് ബിൽ ലഫ്ളി, ഇവിടെ ലഫ്ള് കൊണ്ട് ഷാഹിദാണ്, ഒരേ ലഫ്ളാണ്. അമ്മ ബിൽ മാന, അപ്പോ പിന്നെ മാന കൊണ്ട് ഷാഹിദ് വന്നതിന് ഉദാഹരണോ ഫഹുവ മാ റവാഹുൽ ബുഖാരിയു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് മിൻ റിവായത്ത് മുഹമ്മദ് ബിൻ സിയാദിൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് എന്ത് ചെയ്തു റിവായത്ത് ചെയ്തു. എങ്ങനെ? ബിലഫ്ളി ഫഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30. ഉണ്ടോ? അവിടെ എന്താണ് പിന്നെ ഇതേ ലഫ്ള് അല്ല, ഇതേ മാനക്കുള്ള ഹദീസാണ്. പക്ഷെ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടാണ്, മറ്റൊരു സഹാബിയിൽ നിന്നുമാണ്. അപ്പോൾ എന്താണിത്? ഷാഹിദാണ്. ഇനി വഖസ്സ ഖൗമുൻ, ഒരു ഖൗമ് പ്രത്യേകമാക്കിയത് അൽ മുതാബാത്ത, ഈ മുതാബാത്തിനെ ബിമാ ഹസല ബിൽ ലഫ്ളി, ലഫ്ള് കൊണ്ട് കരസ്ഥമാകുന്ന ഒന്നിനിക്ക് മുതാബാത്ത് എന്ന് പറയും. അത് സവാഉൻ കാന മിൻ റിവായത്തി ദാലിക സഹാബി അംല, അതേ സഹാബിയിൽ നിന്നാകട്ടെ റിവായത്തിൽ നിന്നാകട്ടെ അല്ലാതിരിക്കട്ടെ സമമാണ്. ലഫ്ള് പിന്നെ രണ്ടുപേരുടെയും ലഫ്ള് ഒരേപോലെ ആയാൽ അപ്പോൾ അത് മുതാബാത്ത് എന്ന് പറയുമെന്നാണ് ഒരു ഖൗം പറഞ്ഞത്. എന്നാൽ ഷാഹിദിനെ അവർ പ്രത്യേകമാക്കി ബിമാ അസല ബിൽ മാന, മാന കൊണ്ട് പിന്നെ ഹാസിലാകുന്ന ഒരു ഹദീസിന് ഷാഹിദ് എന്നും അവർ പറഞ്ഞു. കദാലിക്ക അപ്രകാരം തന്നെ അത് ആ സഹാബിയിൽ നിന്ന് ആകട്ടെ അതേ സഹാബിയിൽ നിന്ന് അല്ലാതെ ആകട്ടെ, അങ്ങനെ ആയാലും മാന കൊണ്ട് പിന്നെ മുതാബത്ത് ഉണ്ടായാൽ അതിന് ഷാഹിദ് എന്നും പറയുന്നു ഒരു ഖൗമ് പറഞ്ഞു. എന്നാൽ ഖദ് യുത്ലഖു മുതാബഅത്തു അല ഷാഹിദി, ചിലപ്പോൾ എന്ത് ചെയ്യും ഈ മുതാബത്ത് എന്ന് പറഞ്ഞാൽ മുതാബിയാണ് ഉദ്ദേശം, ആ മുതാബിനെ എന്ത് ചെയ്യും ഷാഹിദിന്റെ മേലെ പറയപ്പെടും. വബിൽ അക്സ് കൊണ്ടും പറയപ്പെടും. ചിലപ്പോൾ ഷാഹിദിന് മുതാബി എന്നും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം പറയപ്പെടും. ഏതായാലും വല്ല അമ്രു ഫീഹി, ഏതായാലും ഈ ഇതുപോലുള്ളതിൽ ഈ ഷാഹിദ് മുതാബിയിൽ പറയുന്നതിലുള്ള കാര്യം എന്താണ്? സഹലിന് അത് സഹലാണ്. കാരണം അവിടുത്തെ ഉദ്ദേശം എന്താണ്? അത് ഷാഹിദ് എന്ന് പറഞ്ഞാലും മുതാബി എന്ന് പറഞ്ഞാലും അവിടുത്തെ മഖ്സൂദ് ഈ ഹദീസിന് ഖുവ്വത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ ഏത് പേര് പറഞ്ഞാലും എന്തുണ്ടാവും? അത് കരസ്ഥമാകും എന്നാണ് പറഞ്ഞത്. ഇനി എന്താ? ഇനി
ഇനി എത്തിബാറിനെ സംബന്ധിച്ച് പറയാം. അവിടെ ആയിക്കോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 28 ശേഷം ഒരൽപ്പം ഇബാറത്തുകൾ വിട്ടുപോയി. അതാണ് ഇനി പറയുന്നത്. വഅലം, നീ അറിയുക, അന്ന തതബ്ബുഅ തുറുഖി, സനദുകളെ പരിശോധിക്കൽ, തീർച്ചയായും സനദുകളെ പരിശോധിക്കലാകുന്നത് എന്തിൽ നിന്ന്? മിനൽ ജവാമികളായ കിതാബുകളിൽ നിന്ന്, വൽ മസാനീദുകളിൽ നിന്നും, വൽ അജിസാകളിൽ നിന്ന്. ഇതെല്ലാം കിതാബിന്റെ പേരുകളാണ്. ജവാമി, മസാനീദ്, അജിസാ. ഇങ്ങനത്തെ ഹദീസിന്റെ കിതാബുകളിൽ നിന്ന് സനദുകളെ പരിശോധിക്കുക. ജവാമി എന്ന് പറഞ്ഞാൽ എന്താ? അയിൽ കുതുബില്ലത്തി ജുമിഅ ഫീഹാ അൽ അഹാദീസു അലാ തർത്തീബി അബ്വാബി കുതുബിൽ ഫിഖ്ഹിയ്യ. ഫിഖ്ഹിയായ കിതാബുകളുടെ ബാബുകളുടെ തർത്തീബിന്മേൽ ഹദീസുകളുടെ ജമ്മി ചെയ്ത ഗ്രന്ഥം. കൽ കുതുബി സിത്തത്തി, ശിഹാബ് സിത്ത പോലെ. അല്ലെങ്കിൽ ഔ തർത്തീബി ഹുറൂഫിൽ ഹിജാഹിയ്യ ഫി അവൈലിൽ മുഗ്നൂൻ അൻഹു. ഹിജായിയായ അറബുകളുടെ തർത്തീബ് അനുസരിച്ച്. ഏതുപോലെ? കിതാബിൽ ഈമാനി വ കിതാബിൽ ബിർരി വ കിതാബി തൗബത്തി വ കിതാബി സവാബി വ ഹാകദ ഇലാ ആഖിരിൽ ഹുറൂഫി. ഇങ്ങനെ കമാ ഫഅലഹു സാഹിബു ജാമിഉൽ ഉസൂൽ. ജാമിഉൽ ഉസൂലിന്റെ മുസന്നിഫ് അങ്ങനെ ഈ ഹിജായിയായ അറബിന്റെ തർത്തീബ് അനുസരിച്ച് ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഔ ബിഇതിബാരി റിആയത്തിൽ ഹുറൂഫി ഫി അവൈൽ അൽഫാദിൽ ഹദീസി, അല്ലെങ്കിൽ ഹദീസിന്റെ അൽഫാദുകളുടെ തുടക്കത്തിൽ ഉള്ള അക്ഷരങ്ങളെ മുറാഅത്ത് ചെയ്തുകൊണ്ട് ഗ്രന്ഥം രചിച്ചു. കമാ ഖാലഹു ശൈഖു മശായിഖിന അൽ ഹാഫിദ് സുയൂത്തി. സുയൂത്തി ഇമാം അങ്ങനെ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പം ജവാമി എന്ന് പറഞ്ഞത്. ഈ മസാനീദ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മസാനീദു അയിൽ കുതുബില്ലത്തി ജുമിഅ ഫീഹാ മുസ്നദ് കുല്ലി സഹാബിയിൻ അലാ ഹിദ്ദ അലാ ഇഖ്തിലാഫി മറാത്തിബി സഹാബത്തി വ തബഖാത്തിഹിം. സഹാബത്തിന്റെ മർത്തബയും അവരുടെ തബക്കയും ഒക്കെ വ്യത്യാസം അനുസരിച്ച് ഓരോ സഹാബിയുടെയും എന്താണ് മുസ്നദ് ഒരുമിച്ച് കൂട്ടുക. പിന്നെ എന്നിട്ട് വൽതിസാമി നഖിലി ജമീഇ മർവിയാത്തിഹിം, എന്നിട്ട് ആ സ്വഹാബിയുടെ മുഴുവൻ റിവായത്തുകളും എന്ത് ചെയ്യുക? നഖൽ ചെയ്യുന്നതിന് ലാസിമാക്കുക. സഹിഹൻ കാനൽ ഹദീസ് ഔ ലഈഫൻ. ആ സഹാബിയുടെ ഹദീസ് സഹിഹായാലും ലഈഫായാലും മൊത്തവും. അങ്ങനെ ഓരോ സഹാബിയെ പറഞ്ഞ ഹദീസുകൾ മുഴുവനും പറയാം. അങ്ങനെ ആണ് മസാനീദ്. വജമാ സുയൂത്തി ബി ജാമിൽ കബീരി ബൈനൽ അംറൈനി. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ പിന്നെ സുയൂത്തി ഇമാം ജാമിഉൽ കബീറിൽ അങ്ങനെ ജമ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജഅലൽ ഖിസ്മൽ ഖൗലിയ അല തർത്തീബിൽ ഹുറൂഫി വൽ ഖിസ്മൽ ഫിഇലിയ അല തർത്തീബിൽ മസാനീദി. വൽ അജ്സാ എന്ന് പറഞ്ഞാൽ വഹിയ മാ ദുവ്വിന ഫീഹി ഹദീസു ശഖ്സിൻ വാഹിദിൻ. ഒരു വ്യക്തിയുടെ ഹദീസിനെ മൊത്തം ഒരുമിച്ച് കൂട്ടിയത്. അല്ലെങ്കിൽ ഔ അഹാദീസു ജമാഅത്തിൻ, കുറെ ആളുകളുടെ ഹദീസ് ഫി മാദത്തിൻ വാഹിദ, ഒറ്റ വിഷയത്തിൽ കുറെ ആളുകളുടെ ഹദീസ്. ഇതിനാണ് അജ്സാ എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ജവാമി, മസാനീദ്, അജ്സാദുകളിൽ നിന്ന് ഇസ്നാദുകളെ പരിശോധിക്കുക. എന്തിനു വേണ്ടി പരിശോധിക്കുക? ലിദാലിക്കൽ ഹദീസില്ലദി യുളന്നു അന്നഹു ഫർദുൻ, ഫർദാണെന്ന് ഭാവിക്കപ്പെടുന്ന ആ ഹദീസിന് വേണ്ടി. നേരത്തെ നമ്മൾ ഫർദിൻ നസബിയിന് ആ ഫർദിൻ നസബി ഫർദാണെന്ന് ഭാവിക്കലോടുകൂടെ അതിനെന്ത് പിന്നെ
മുവാഫിഖായത് ഉണ്ടായാൽ അതിന് മുത്താബി എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഫർദിന് അത് ഫർദാണെന്ന് ഭാവിക്കുന്ന ആ ഹദീസിന് ഈ തുർക്കുകൾ ഉണ്ടോ അതിനുവേണ്ടി ആ ഫർദായ ഹദീസിന് വേണ്ടി ഈ തുർക്കുകളെ പരിശോധിക്കുക. ആ പരിശോധിക്കുന്ന എന്തിനാണ്? ഈ യുലമ ഹല്ലഹു മുതാബിഉൻ അംല, ആ ഫർദായ ഹദീസിന് മുതാബി ഉണ്ടോ മുതാബി ഇല്ലോ എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഈ തുർക്കുകളെ സനദുകളെ പരിശോധിക്കുക എന്ന ആ പരിപാടി, ആ പണിക്ക് ഹുവൽ എഅ്തിബാറു, അതാണ് എഅ്തിബാർ എന്ന് പറയുന്നത്. ആ ബഅസിന് അല്ലെങ്കിൽ ആ തഫ്തീഷിന് എന്ത് പറയും? എഅ്തിബാർ എന്നാണ് പറയുക. വഖൗലു ഇബ്നു സലാഹ്, ഇബ്നു സലാഹ് റഹിമഹുള്ളയുടെ വാക്കാകുന്നത് എന്ത് വാക്ക്? മഅരിഫത്തുൽ ഇഅ്തിബാരി വൽ മുതാബഅത്തി വശവാഹിദി, ഷവാഹിദുകളെയും മുതാബഅത്തുകളെയും ഇഅ്തിബാറിനെയും അറിയുക എന്ന്. ഇങ്ങനെ ഇബ്നു സലാഹ് തങ്ങൾ ഇബാറത്തിട്ടത് കത് യൂഹിമു, ചിലപ്പോ അതെന്ത് ചെയ്യും? തോന്നിപ്പിക്കും. അന്നൽ ഇഅ്തിബാറ, ഇഅ്തിബാർ എന്നത് ഖസീമുൻ ലഹുമ, ഈ മുതാബിഅത്തിന്റെയും ഷവാഹിദിന്റെയും മുഖാബിലയിലുള്ള ഒരു ഖിസ്മാണ് എന്ന് ചിലപ്പം തോന്നിപ്പിച്ചു പോകും. വലൈസ കദാലിക, എന്ന കാര്യം അങ്ങനെ അല്ലല്ലോ. അതിന്റെ മുതാബിഅത്തിന്റെ ഷവാഹിദിന്റെയും എന്തല്ല ഖിസ്മല്ല, വാഖയിൽ അങ്ങനെയല്ല. ഇഅ്തിബാർ എന്നത് ഈ ഖിസ്മുകളെ രണ്ടിനെയും അറിയാനുള്ള ഒരു ഇല്ലത്താണല്ലോ. അപ്പോ അങ്ങനെ ഒരു തോന്നിപ്പിക്കല് ഇബ്നു സലാഹ് തങ്ങളുടെ ഈ ഇബാറത്തിൽ വരും. അപ്പൊ അത് അങ്ങനെ ശരിയല്ല. വലൈസ കദാലിക ബൽ മറിച്ച് ഹുവ ഹൈഅത്തു തവസ്സുലി ഇലൈഹിമ, ഈ ഷവാഹിദിലേക്കും മാരിഫിലേക്കും തവസ്സുലാകാനുള്ള കൈഫിയത്താണ്, ഹൈഅത്താണ്, അല്ലെങ്കിൽ അതിന്റെ തുറുക്കാണ് ഏത് ഇഅ്തിബാർ എന്നുള്ളത്. അല്ലാതെ അതിന്റെ ഒരു ഖിസ്മായിട്ടല്ല, മുഖാബിലയിൽ വരുന്ന ഖിസ്മായിട്ടല്ല എന്ന്. പിന്നെ വജമീഉ മാ തഖദ്ദമ മിൻ അഖ്സാമിൽ മഖ്ബൂലി, മഖ്ബൂലായ ഹദീസുകളുടെ അഖ്സാമുകൾ നമ്മൾ സഹീഹ്, ഹസന്, സഹീൽ ദാത്ത്, സഹീൽ ഗൈർ ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഹസനിൽ ദാത്ത്, ഹസനിൽ ഗൈർ ഒക്കെ പറഞ്ഞായിരുന്നു. ആ അഖ്സാമുകൾ എല്ലാം, അതായത് ജമീഉ മാ തഖദ്ദമ മിൻ അഖ്സാമിൽ മഖ്ബൂലി, അത് മുഴുവനും തഹ്സുലു ഫായിദത്തു തഖ്സീമിഹി, അങ്ങനെ തഖ്സീമാക്കിയതിന്റെ ഫായിദ കരസ്ഥമാകും. ബിഇഅ്തിബാരി മറാത്തിബിഹി, അതിന്റെ മർത്തബകളെ പരിഗണിക്കൽ കൊണ്ട്, ആ മർത്തബകളെ പരിഗണിച്ചുകൊണ്ട് അതിനെ തഖ്സീമാക്കിയതിന്റെ ഫായിദ കരസ്ഥമാകും. എപ്പോഴാണ് കരസ്ഥമാകുന്നത്? ഇന്ദൽ മുആറദത്തി, ഹദീസുകൾ മുആരിദായി വരുന്ന സന്ദർഭത്തിൽ അതിന്റെ ഫായിദ കരസ്ഥമാകും. അത് ഒരു മുഖദ്ദറായ ഒരു ഇറാദിനെ എന്ത് ചെയ്യാണ്? ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ ജമീഉ മാ തഖദ്ദമ എന്ന് പറഞ്ഞത്. എന്താണ് ആ ഇത്റാദ്? ഇവിടെ മഖ്ബൂലിന് അന്നൻഖിസാമൽ മഖ്ബൂലി ബി ഹസ്ബിൽ മറാത്തിബി, ഈ മർത്തബകളുടെ നിലയനുസരിച്ച് മഖ്ബൂലിനെ ഇങ്ങനെ ഓഹരിയാക്കുക എന്നുള്ളത് ലാ യർജിഉ ഇലാ താഇലിൻ, അതിന് പ്രത്യേക ബാധ്യതയൊന്നുമില്ല. കാരണം ഇതിൽ അഖ്സാമു കുല്ലുഹ മഖ്ബൂലത്തുൻ, ആ അഖ്സാമുകൾ മുഴുവനും എന്താണ്? മഖ്ബൂലാണല്ലോ. ആണ് സഹീഹുൽ ദാത്തും സഹീഹുൽ ഗൈറും ഹസനുൽ ദാത്തും ഹസനുൽ ഗൈറും ഒക്കെ എന്താണ്? മഖ്ബൂലാണ്. അപ്പം പിന്നെ ഇങ്ങനെ തഖ്സീം ചെയ്യുന്നതിന് പ്രത്യേക ബാധ്യതയൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനെ ദഫി ചെയ്യാണ്. ആ ജവാബിന്റെ തഹ്രീറുൽ ജവാബി അന്ന ഫായിദതഹ തദ്ഹറു, ആ അതിന്റെ ഫായിദ വെളിവാകുന്നത് ഇന്ദ മുആറദത്തി, മുആറദത്ത് ഉണ്ടാകുന്ന സമയത്താണ് ഫായിദ ഉണ്ടാവുക. ഫയുഖദ്ദമു മാ ഹുവ അലാ മർത്തബത്തിൻ അലാ മാ ഹുവ ദൂനഹു, അപ്പൊ എന്ത് ചെയ്യും? ആലാ മർത്തബയെ എന്ത് ചെയ്യും? മുആറദത്ത് വരുന്ന സമയത്ത് മുന്തിക്കും അതിന്റെ താഴെയുള്ള മർത്തബയേക്കാൾ. അപ്പോ ഇദാ തആറദ സഹീഹുൽ ദാത്തിഹി വലി ഗൈരിഹി, സഹീഹുൽ ദാത്തും സഹീഹുൽ ഗൈറും തമ്മിൽ തആറുദായ യുഖദ്ദമു സഹീഹുൽ ദാത്തി, സഹീഹുൽ ദാത്തിനെ മുന്തിക്കപ്പെടും. വഅലാ ഹാദ ഖിയാസ്,
അപ്പൊ ഇങ്ങനെ മഹാറത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ തഖ്സീമാക്കിയതിന്റെ ഫായിദ എന്ത് ചെയ്യുക, കരസ്ഥമാകുക. വല്ലാഹു അലം. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ഇത് 28ാമത്തെ സബക്കിന് ശേഷം പിന്നെ വായിക്കേണ്ടതാണ്.